തലൈവർ തമ്പി തലമേ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഇപ്പോൾ തമിഴ്നാട് ബോക്സ് ഓഫീസ് മൊത്തം ഇളക്കി മറിക്കുകയാണ് ഒരു കുഞ്ഞു ചിത്രം. രാധിക ശരത് കുമാർ കേന്ദ്ര കഥാപാത്രം എടുത്തിയ ഏറ്റവും പുതിയ തമിഴ് ചിത്രമായിരുന്നു തായ്ക്കിളവി എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിനെ പോലും വിറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നവാഗതനായ ശിവകുമാർ മുരുകേശൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു തായ്ക്കിളവി എന്ന് പറയുന്ന സിനിമ. അദ്ദേഹം തന്നെയായിരുന്നു ചിത്രത്തിനായിട്ട് തിരക്കഥ രചിച്ചിട്ടുണ്ടായിരുന്നത്. പാഷൻ സ്റ്റുഡിയോസും ശിവകാർത്തികൻ പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിട്ടുണ്ടായത്. ചിത്രം രണ്ടാഴ്ചയിലോട്ട് കടന്നപ്പോഴും ഇന്ത്യൻ ബോക്സ് ഓഫീസിലും തമിഴ്നാട് ബോക്സ് ഓഫീസിലും കത്തിക്കയറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പൗനത്തായ് എന്ന കരുത്തുറ്റ ഗ്രാമീണ വനിതയാണ് ചിത്രത്തിൽ രാധിക ശരത് കുമാർ അവതരിപ്പിക്കുന്നത്. പണമിടപാടുകാരിയായ അവർ തന്റെ മക്കളുമായും നാട്ടുകാരുമായി നടത്തുന്ന സംഭവവികാസങ്ങളിലൂടെയാണ് ചിത്രത്തിലെ കഥ വികസിക്കുന്നത്. സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന ഗൗരവമായിട്ടുള്ള വിഷയത്തെ കൂടി ചിത്രം കോമഡിയിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 10 കോടി താഴെ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രമാണ് തായ്ക്കിളവി എന്ന് പറയുന്ന സിനിമ. ചിത്രം ഫെബ്രുവരി മാസം 27 തിയേറ്ററിലോട്ട് എത്തിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ചിത്രം ആദ്യ 10 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 50 കോടി പിന്നിട്ടതായിട്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണല്ലോ ഒരു ചെറിയ ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ വിജയം കൂടിയാണിത്. തമാശയുടെ അകമ്പടിയിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു മികച്ച ചിത്രം കൂടിയാണ് തായ്ക്കിളവി എന്ന് പറയുന്ന സിനിമ. ഇതൊക്കെയാണ് ചിത്രം. വരും ദിവസങ്ങളും ഇതേ വിജയം തന്നെ സ്വന്തമാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 100 കോടി പോലും നേടാൻ സാധ്യതയും ഈ ഒരു സിനിമയ്ക്ക് കാണുന്നുണ്ട്. എന്നൊക്കെയാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിലവിൽ വലിയൊരു ട്രെൻഡിങ് ആയിട്ട് മാറുകയാണ് തായ്ക്കിളവി എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് കാത്തിരിക്കുക ചിത്രത്തിന് 100 കോടി കളക്ഷൻ നേടാൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ തായ്ക്കിളവി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോട് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.